അങ്ങനെ അന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നേരെ പുറത്തിറങ്ങി. അവിടുന്ന് പിന്നെ ഒരു ചെങ്ങായിനെ കിട്ടി. പിന്നെ ഓരോ കൂടെ ആയിരുന്നു കറങ്ങി. സോവനീർ മേടിക്കാൻ ഒരു കടയിൽ കയറിയായിരുന്നു. പുള്ളിക്കാരനോട് സംസാരിച്ച് കമ്പനിയായി. നമുക്ക് 3 ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. പിന്നെ ഒരു ഷോൾ കടയിൽ കയറി. നല്ല രസമുണ്ടല്ലോ അവിടെ. ഇതാണ് ഇവിടുത്തെ ജമാ മസ്ജിദ്. അങ്ങനെ ലേ മാർക്കറ്റ് ഒന്ന് നടന്ന് എക്സ്പ്ലോർ ആക്കി. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് എവിടെ പോയാലും കാണും. ഇതൊന്ന് ക്ലോക്ക് വൈസ് കറക്കണം. അത് ഈ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള എന്തോ ആചാരമാണ്. അങ്ങനെ ഈ കടകളൊക്കെ എക്സ്പ്ലോർ ആക്കി നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഇതാണ് ഇവിടുത്തെ എന്തോ സ്പെഷ്യൽ ടൈപ്പ് നൂഡിൽസ് കിട്ടും. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അവിടുന്ന് പിന്നെ കുറച്ച് കമ്പനിക്കാരൊക്കെ കിട്ടിട്ടോ. മലയാളികൾ തന്നെയാണ്. എൻ്റെ ബ്ലോഗിൽ വരും. അങ്ങനെ ഓരോക്കെ ആയിട്ട് നേരെ ജർമ്മൻ ബേക്കറിക്ക് വിട്ടു. നമ്മൾ നല്ലൊരു ബ്ലൂബെറി ചീസ് കേക്കും പിന്നെ ഒരു ട്രഫിൾ കേക്കും ആയിരുന്നു ഓർഡർ ചെയ്തത്. ആ കേക്ക് എട്ടാക്കേണ കോലം കണ്ടാൽ മനസ്സിലാവും ആ കേക്കിൻ്റെ ടേസ്റ്റ്. നല്ല അടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. ഇതാണ് സീ ബക്തൂൺ ജ്യൂസ്. അങ്ങനെ അതും കുടിച്ച് നേരെ നൈറ്റ് വ്യൂ കാണാനായിട്ട് ഇറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. എൻ്റെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ആട്ടോ ഇത്. എന്ത് രസമായിരുന്നു കാണാനറിയോ. അങ്ങനെ റെഡിയായി പുറത്തിറങ്ങി. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഖബർ. നമ്മുടെ കശ്മീരിലൊക്കെ ഫേമസ് ആയിട്ടുള്ള മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജില്ലേ, ആ ഷോപ്പിൻ്റെ പണി നടക്കായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നേരെ ഒരു കഫേ കയറി. ഇതാണ് മോച്ച. പിന്നെ ഒരു പാസ്ത ഓർഡർ ചെയ്തു. ഇത് വെജ് പാസ്ത കേട്ടോ. പിന്നെ ഒരു ഐസ്ഡ് മാച്ചയും കുടിച്ച് അവിടെ ഇരുന്നു. ഇന്നമാതിരി ഏതോ വ്ളോഗറാണ് തോന്നുന്നത്. റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഗേൾസ് സ്കൂളാട്ടോ. കുട്ടികളൊക്കെ കണ്ട. അങ്ങനെ അവിടെ കറങ്ങി നടക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ പോലീസുമായിട്ട് കമ്പനിയായത്. പിന്നെ നേരെ തിക്സി മൊണാസ്ട്രിയിലോട്ടാട്ടോ പോയേ. ഇത് അവിടെ നിന്നുള്ള വ്യൂവാ. എന്ത് രസമല്ലേ. അങ്ങനെ എൻട്രി ടിക്കറ്റ് കൊടുത്ത് നേരെ ഉള്ളിൽ കയറി. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. നടന്ന് ക്ഷീണിച്ച് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഗൈസ് മൊണാസ്ട്രിയുടെ ഇൻസൈഡ് വ്യൂ. എന്ത് രസമല്ലേ ആർക്കിടെക്ചറൊക്കെ. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഓരോന്ന് നേർച്ചയൊക്കെ വെക്കും. അധികം ഇവർ വെക്കാൻ മധുരമുള്ള സാധനങ്ങളായിരിക്കും, സന്തോഷം തരുന്ന സാധനങ്ങൾ. അതാണ് അവിടെ കാണുന്നത്. കോക്ക് ജ്യൂസ് കണ്ട. കുറച്ച് ആൾക്കാർ പൈസയും വെക്കും. സ്വീറ്റ്സും ബിസ്ക്കറ്റൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ അതിലൂടെ ഒരു റൗണ്ട് ചുറ്റി നടന്നു. ആ ബുദ്ധ സ്റ്റാച്ചു നേരെ ഫേസ് ചെയ്യുന്ന കണ്ടോ, ആ മഞ്ഞുമലകളാണ്. ആ നാട് ഫുള്ളുമാണ് പുള്ളി ഫേസ് ചെയ്യുന്നത്. അപ്പം തന്നെ എന്ത് കാമായിട്ടുള്ളൊരു സംഭവമല്ലേ ഇത്. ഈ ഫേസ് എപ്പോഴാണ് തുറക്കാന്നാ പറഞ്ഞ. ആ കത്തി നിൽക്കുന്ന വിളക്ക് കണ്ടോ, അതൊരിക്കലും കെടൂല. അടുത്ത് തന്നെ കുറേ എണ്ണക്കുപ്പികൾ കണ്ടില്ല നിങ്ങൾ. ഇതായിരുന്നു കേട്ടോ മോളിൽ നിന്നുള്ള വ്യൂ. ഇത് സ്കൂള് നല്ല രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. ഇതാണ് ഇവർ വിശ്വസിക്കുന്ന ഇവിടുത്തെ ബുദ്ധ സ്റ്റാച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ജ്യൂസും കുടിച്ചു. അവിടുന്ന് നേരെ ശാന്തി സ്തൂപ്പൊക്കെ വിട്ടു. 11,841 അടി ഉയരത്തിലാട്ടോ അത് സ്ഥിതി ചെയ്തേക്കുന്നത്. ശാന്തി സ്തൂപ്പ് എന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അതൊരു 1.5 വ്യൂ ആയിരുന്നു കേട്ടോ. അല്ലേ ഫുള്ളും കാണുമ്പോൾ എന്ത് രസമാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവിടുന്ന് തിരിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ നേരെ മോമോസ് കഴിക്കാൻ പോയി. ആ ചോപ്പ് സ്റ്റിക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ചറിയായിരുന്നു കേട്ടോ കടക്കാരിക്ക്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫൊക്കെ കാണാൻ പോയി. പിന്നെ ഒരു കടയിൽ കയറി നല്ല ബ്ലൂബെറി മൊഹിറ്റോ കുടിച്ചു. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ അത്. ഈ സാധനം കറക്കാൻ നോക്കിയതാ, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അവിടുത്തെ സ്റ്റോറിൽ നിന്ന് ഒരു 15 രൂപയുടെ ഗ്രേപ്പ് ഐസ് മേടിച്ച് കഴിച്ചു. ഇതാണ് ഗൈസ് സംഘം. സാൻസ്കാറും ഇൻഡസും കൂടി ചേർന്ന ഇവിടെയാണ്. ഇതാണ് ഗൈസ് ലേല ഗുരുദ്വാര. ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ജ്യൂസൊക്കെ കുടിച്ചു.
ഇതാണ് ചേച്ചി ലേല PVR. നല്ലൊരു പ്രീമിയം ഫീലൊക്കെ അല്ലേ ഉള്ളിൽ. അങ്ങനെ കോസ്റ്റ കോഫി നല്ലൊരു ഹോട്ട് ചോക്ലേറ്റും മേടിച്ച് കുടിച്ചു. നെക്സ്റ്റ് ഡേ നല്ലൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു കഫേ കയറി. അവിടുത്തെ കടക്കാരൻ്റെ മോനുമായിട്ട് കളിച്ചു കുത്തിരിക്കായിരുന്നു. അങ്ങനെ നൈറ്റ് പിന്നെ ലേ മാർക്കറ്റ് ഇറങ്ങാനിറങ്ങി. ഈ നൈറ്റ് ടൈമിൽ ലേ മാർക്കറ്റ് കാണാൻ ഭയങ്കര രസമാട്ടോ. നെക്സ്റ്റ് ഡേ സ്കൂട്ടി റെൻറ്റിനെടുത്തിട്ട് കറങ്ങാനിറങ്ങി. ആ ബുദ്ധ സ്റ്റാച്ചു ഫേസ് ചെയ്യുന്ന നോക്കിയാ ആ മഞ്ഞ മലകളും ആ ഒരു സ്ഥലമൊക്കെ എന്ത് രസമല്ലേ. അങ്ങനെ പോണ വഴിക്ക് കണ്ടുപിടിച്ചൊരു കഫേ ആട്ടത്. റിവർ സൈഡിൽ സ്നോ മൗണ്ടെയിനൊക്കെ വ്യൂ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ റൈസ് ചിക്സ്. അവിടെ നിന്ന് നല്ല ഹണി ചില്ലി പൊട്ടാറ്റോ ഒരു നല്ല കോഫിയും മേടിച്ച് കുടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ശരി എന്നാ, ബൈ.